ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായിട്ടുള്ള പരിശോധനയിൽ വെളിവായത്. ഓപ്പറേഷൻ സൗന്ദര്യയെക്കുറിച്ചും പിടിച്ചെടുത്ത പ്രൊഡക്ട്സിൽ അടങ്ങിയിട്ടുള്ള അമിതമായ മെർക്കുറി ലെവൽസിനെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ മെർക്കുറി ഈ പ്രൊഡക്ട്സിൽ ആഡ് ചെയ്യുന്ന ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ടാണ് ഓർ ആസ് എ പ്രിസർവേറ്റീവ്. അപ്പോൾ ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിനൊരു പ്രോപ്പർ ലേബിൾ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ആ ലേബിളിനകത്ത് അതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മെൻഷൻഡ് ആയിരിക്കണം. ഇതിൽ മെർക്കുറി അടങ്ങിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. മാനുഫാക്ചറിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും അതിൽ അടങ്ങിയിട്ടുണ്ടാവണം. സോ ദാറ്റ് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്നാൽ ക്രോസ് ചെക്ക് ചെയ്യാൻ. ഇൻസ്റ്റൻറ്റ് ഫെയർനെസ് പ്രോമിസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും ഉപയോഗിക്കാതിരിക്കുക. ഇതിൽ മെർക്കുറി മാത്രമല്ല ഹൈഡ്രോക്വിനോൺ, സ്റ്റിറോയിഡ് പോലത്തെ അതർ ഡേഞ്ചറസ് ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ടാകാം. ഈ പ്രൊഡക്ട്സ് എല്ലാം യൂഷ്വലി പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് അനധികൃതമായിട്ട് എത്തുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ, മൊബൈൽ ആപ്സിലൂടെ, മറ്റുള്ളവരിലൂടെയൊക്കെയാണ് ഇത് മാർക്കറ്റഡ് ആവുന്നത്. ഇത്തരം പ്രൊഡക്ട്സ് വാങ്ങാതിരിക്കുക. ലിപ്സ്റ്റിക്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ വെൽ നോൺ ആയിട്ടുള്ള സർട്ടിഫൈഡ് ബ്രാൻഡ്സ് ഒന്ന് മാത്രം നോക്കി വാങ്ങിക്കുക. ഡാർക്ക് കളേഴ്സ് ലൈക്ക് റെഡും ബ്രൗണൊക്കെ വാങ്ങിക്കുമ്പോഴാണ് മെർക്കുറി കണ്ടൻറ്റ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ഫോർമുലേഷൻസും ഇൻഗ്രീഡിയൻസ് ലിപ്സ്റ്റിക് ആണെങ്കിലും ചെക്ക് ചെയ്യണം അതിൽ മെർക്കുറി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ദർ ആർ എ ലോട്ട് ഓഫ് സേഫ് ഓപ്ഷൻസ് ലൈക്ക് വൈറ്റമിൻ സി, നയസിനമൈഡ്, ആർബുട്ടിൻ. ഇതൊക്കെ ഉപയോഗിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഇൻസ്റ്റൻറ്റ് ഫെയർനെസ് ക്രീംസ് ഉപയോഗിക്കാൻ പോകുന്നത്?